ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. അപ്പം നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിപ്പോസിഷൻ. എന്താണ് പ്രിപ്പോസിഷൻ അല്ലേ? നമ്മളൊരു പ്ലേസിനെ, ഒരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ എവിടൊക്കെയാണ് ഓൺ, ഇൻ, അറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഓൺ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഇൻ അതും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് അറ്റ്. ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് അറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് ഇതാണ്, സ്പെസിഫിക് ലൊക്കേഷൻ. ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ, ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. ഉദാഹരണം നോക്കാം. അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറയാണ്, ഷീ ഈസ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നൗ. ഇപ്പോൾ അവൾ റെയിൽവേ സ്റ്റേഷനിലാണ്. അതുപോലെ ഹി ഈസ് അറ്റ് ദി എയർപോർട്ട്. ഇപ്പോൾ അവൻ എവിടെയാണ്? അറ്റ് ദി എയർപോർട്ട്, എയർപോർട്ടിലാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേ, എയർപോർട്ടിന് മുന്നേ, അതുപോലെ അറ്റ് ദ ബസ് സ്റ്റാൻഡ്, ഇതിനൊക്കെ മുന്നേ നമ്മൾ എന്താ ചെയ്യുക? അറ്റാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് എവിടെയാകുന്നു? എവിടെയാണ്? ഐ ആം അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. ഞാൻ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലാണ് എന്നർത്ഥം. ഓക്കെ. അറ്റ് ദ റിസപ്ഷൻ. ഞാൻ റിസപ്ഷനിലാണ്. ലൊക്കേഷനെ കാണിക്കുകയാണ്. ലൊക്കേഷൻ എന്താണ്? ഇതൊക്കെ ലൊക്കേഷനെ കാണിക്കുകയാണ്. അറ്റ് ദ ഗേറ്റ്. അറ്റ് ദ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗേറ്റിൻ്റെ അടുത്താണ് എന്നർത്ഥം. ലൊക്കേഷൻ കാണിക്കുകയാണ്. ഐ ആം അറ്റ് ദ മെയിൻ ഗേറ്റ്, അല്ലെങ്കിൽ ഐ ആം അറ്റ് ദ ഗേറ്റ് ഓഫ് ദ സ്കൂൾ. സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്താണെന്ന് അർത്ഥം. ഓക്കെ, അടുത്തുനിന്ന് കാണിക്കാൻ വേണ്ടിയാണ്, ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടിയാണ്. മെയിൻ ആയിട്ട് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്, പ്ലേസിന് വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കുന്നത് ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടിയാണ്. അത് ആദ്യം ഓർത്ത് വെക്കണം. ഓക്കെ. അതുപോലെ അറ്റ് ദ മെയിൻ ഗേറ്റ്, മെയിൻ ഗേറ്റിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അടുത്ത് എന്നർത്ഥം. അതുപോലെ അറ്റ് ദ എൻട്രൻസ്. അറ്റ് ദ എൻട്രൻസ് ആണ്, എൻട്രൻസിൻ്റെ അടുത്ത്. അതുപോലെ അറ്റ് ദ കോർണർ. അറ്റ് ദ കോർണർ എവിടെയാകുന്നു? ഐ ആം അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു റോഡിൻ്റെ മെയിൻ കോർണറിലാണ് ഞാൻ നടത്തും. അറ്റ് ദ കോർണർ. അറ്റ് ദ കോർണർ എന്താണ്? ലൊക്കേഷനാണ്, ലൊക്കേഷൻ. അതുപോലെ അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്. ഇതെന്താണ്? പോയിന്റ് ഓഫ് പ്ലേസ് ആണ്. എന്താണ്? കറക്റ്റ് പോയിന്റ് ഓഫ് പ്ലേസ്, എവിടെ കറക്റ്റ് എവിടെയാണുള്ളത് കേട്ടോ. അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്, പേജിൻ്റെ മുകൾ ഭാഗത്ത്. അറ്റ് ദ ടോപ്പ്. അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്, അല്ലെങ്കിൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്ക്രീൻ, അറ്റ് ദ ടോപ്പ് ഓഫ് ദ TV, എങ്ങനെയും പറയാം. ഓക്കെ. അതുപോലെ അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ് എന്ന് വെച്ചാൽ പേജിൻ്റെ അടിഭാഗത്ത്. അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്, ബോട്ടം എന്ന് പറഞ്ഞാൽ അടിഭാഗം. അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ, അറ്റ് ദ ബോട്ടം ഓഫ് ദ TV, ഇങ്ങനെ പറയാം. ഇനി അടുത്താണ് സ്മോൾ പ്ലേസ്. എന്താണ്? സ്മോൾ പ്ലേസസ്, ചെറിയ സ്ഥലങ്ങൾ. അതുപോലെ വില്ലേജുകളുടെ പേരുകളുടെ മുന്നേ നമ്മൾ എന്താ ചേർക്കാറ്? അറ്റാണ് ചേർക്കാറ്. കാരണം സ്മോൾ പ്ലേസ് ആണ്. അതൊരു കറക്റ്റ് ഒരു സ്മോൾ പോയിന്റ് ഓഫ് പ്ലേസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, സ്മോൾ പ്ലേസ്. ഞാൻ പറയാണ് അറ്റ് തെന്നല. അറ്റ് തെന്നല. തെന്നല എന്ന് പറയുന്നത് ഒരു വില്ലേജിൻ്റെ പേരാണ്. അപ്പോൾ വില്ലേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമല്ലേ. അപ്പോൾ ചെറിയ സ്മോൾ പ്ലേസിൻ്റെ മുന്നേ നമ്മൾ അറ്റാണ് ചേർക്കാറ്. ഓക്കെ, ഇതും എന്താണ്? ലൊക്കേഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ അറ്റ് കാച്ചടി. കാച്ചടി എന്താണ്? കാച്ചടി ഒരു സ്മോൾ വില്ലേജ്, ചെറിയ വില്ലേജിൻ്റെ പേരാണ്. അതുപോലെ തന്നെ ഇനിയാണ് അഡ്രസ്, പ്രോപ്പർ അഡ്രസ്. ഇതും എന്താണ്? ഇതും ചെറിയൊരു പ്ലേസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർക്കും അറ്റ് ഹൈ സ്ട്രീറ്റ്. എന്താണ്? അറ്റ് ഹൈ സ്ട്രീറ്റ്. പ്രോപ്പർ അഡ്രസ്സിൻ്റെ മുന്നേ നമ്മൾ എന്താ ചേർക്കാറ്? അറ്റാണ് ചേർക്കാറ്. കാരണം ഇതൊക്കെ എന്താണ്? ചെറിയ പ്ലേസ് ആണ്, ലൊക്കേഷനെ കാണിക്കുകയാണ്. അതുപോലെ അറ്റ് 5th Avenue. അറ്റ് 5th Avenue. ഇത് നമുക്കറിയാം, ഹോം. ഹോം എന്ന് പറയുന്ന വേർഡിന് മുന്നേ നമ്മൾ അറ്റാണ് സാധാരണ ചേർക്കാറ്. അറ്റ് ഹോം. അറ്റ് ഹോം. ഇതൊക്കെ എന്താണ്? ലൊക്കേഷനെ കാണിക്കുകയാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ മുന്നേ നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? സാധാരണ ഇൻ ആണ് യൂസ് ചെയ്യാറ് അല്ലേ. ഇൻ ദ ഹോട്ടൽ, ഇൻ ദ ഹോസ്പിറ്റൽ, ഇൻ ദ റെസ്റ്റോറൻറ്റ്, ഇൻ ദ പാർക്ക്, ഇൻ ദ സ്കൂൾ അല്ലേ. ഇതിനൊക്കെ മുന്നേ നമുക്ക് അറ്റ് ചേർത്ത് കഴിയും. അറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഹോട്ടൽ, ഹോസ്പിറ്റൽ, റെസ്റ്റോറൻറ്റ്, പാർക്ക്, സ്കൂൾ, ജിം, തിയേറ്റർ, ബാങ്ക്, മോൾ, ഷോപ്പ്, ഇതൊക്കെ എന്താണ്? ഒരു പൊതു പ്ലേസ് അല്ലേ, ജനറൽ പ്ലേസ് ആണല്ലോ, കോമൺ പ്ലേസ്. ഈ കോമൺ പ്ലേസ്, ഈ ജനറൽ ആയിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ അവിടെ ആകുമ്പോൾ, അവിടെ പോകുമ്പോഴാണ് ഇൻ ചേർക്കുക അല്ലേ. ഇൻ ദ ഹോട്ടൽ. ഞാൻ പറയാണ് ഐ ആം ഇൻ ദ ഹോട്ടൽ. ഐ ആം ഇൻ ദ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇൻ ദ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആകുന്നു എന്നർത്ഥം.
അതല്ല, അതിന് പകരം ഞാൻ ചേർക്കുകയാണ് ഐ ആം അറ്റ് ദ ഹോട്ടൽ. അറ്റ് ദ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനോ അല്ല, ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് ഹലോ എവിടെ എത്തി, ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, എവിടെ, ഞാൻ ഹോട്ടലുണ്ട്, ഐ ആം അറ്റ് ദ ഹോട്ടൽ, ഐ ആം അറ്റ് ദ ഹോട്ടൽ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനക്ക് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അറ്റ് ദ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ എടുത്തോ അല്ലെങ്കിൽ ഹോട്ടലോ ആകാം, പക്ഷേ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ താമസിക്കാനോ ഉള്ള ഉദ്ദേശത്തോടു കൂടി അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളുടെ മുന്നിലൊക്കെ നമ്മൾ സാധാരണ നോർമലായിട്ട് ഇന്നാണ് ചേർക്കാറ്. ഇൻ ദ സ്കൂൾ, ഇൻ ദ ഹോസ്പിറ്റൽ, ഇൻ ദ ഹോട്ടൽ, ഇൻ ദ ഇന്നാണ് ചേർക്കാറ്. നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ആകുമ്പോൾ, അവിടെ പോകുമ്പോഴാണ് ഇൻ ചേർക്കാറ്. അതല്ല മറ്റൊരു ഉദ്ദേശത്തോടു കൂടി പോകുമ്പോഴാണ് നമ്മൾ അറ്റ് ചേർക്കാറ്. ഓക്കെ, എന്ന് വെച്ചാൽ ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അറ്റ് ദ ഹോട്ടൽ, അറ്റ് ദ ഹോസ്പിറ്റൽ, അറ്റ് ദ റെസ്റ്റോറൻറ്റ്, അറ്റ് ദ പാർക്ക്, അറ്റ് ദ സ്കൂൾ, അറ്റ് ദ ജിം, അറ്റ് ദ തിയേറ്റർ, അറ്റ് ദ ബാങ്ക്, അല്ലേ, അറ്റ് ദ മോൾ, അല്ലേ. മോൾ നമ്മൾ സാധാരണ എന്തിനാ പോവാറ്? നമ്മൾ ഷോപ്പിംഗ് നടത്താൻ, അല്ലേ, ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയല്ലേ. അപ്പം ഞാൻ പറയാണ് നീ എവിടെയാണ്? ഐ ആം ഇൻ ദ മോൾ. ഐ ആം ഇൻ ദ മോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. ഞാൻ പറയാണ് ഐ ആം അറ്റ് ദ മോൾ. ഐ ആം അറ്റ് ദ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണിക്കണം. ഹലോ നീ എവിടെ എത്തി? ഞാൻ എവിടെ ഉണ്ട്? ഐ ആം അറ്റ് ദ മോൾ. ഇവിടെ ഞാൻ ഷോപ്പിംഗ് നടത്താൻ വേണ്ടി അല്ല പോയത് എന്നർത്ഥം. ഓക്കെ, അറ്റ് ദ ഷോപ്പ്, ഷോപ്പിൻ്റെ അടുത്തുണ്ട്, അങ്ങോട്ട് വാ. ഇൻ ദ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഷോപ്പിൽ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരുടെയും മാരേജ് ഹോൾ, സ്റ്റേഡിയം, ഓഫീസ്, കഫേ, കോളേജ്, ഇതിന് മുന്നിലൊക്കെ നമുക്ക് അറ്റും ചേർക്കാം, ഇന്നും ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴാണ് നമ്മൾ അറ്റ് ചേർക്കേണ്ടത്, അതുപോലെ എപ്പോഴാണ് ഇൻ ചേർക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ പറയാണ് അറ്റ് ദ മീറ്റിംഗ്, അറ്റ് ദ പാർട്ടി, അറ്റ് ദ വെഡിങ്, അറ്റ് ദ സെമിനാർ പ്രോഗ്രാം, അറ്റ് ദി ഇനാഗുറേഷൻ, അതുപോലെ അറ്റ് ദ ടൂർണമെൻറ്റ്. ഇതിനൊക്കെ മുന്നിൽ നമ്മൾ അറ്റ് ചേർക്കാം, ഇന്നും ചേർക്കാം. അഗർ ഇന്നാണ് ചേർക്കുന്നതെങ്കിലോ നമ്മൾ ഇൻ ചേർക്കുകയാണ്. ഇപ്പോൾ ഒരു കോള് വന്നു, ഓക്കെ, നിങ്ങൾക്കൊരു കോള് വന്നു, അപ്പോൾ നിങ്ങൾ ബിസിയാണ്, നിങ്ങൾ എവിടെയാണ്? മീറ്റിങ്ങിലാണ്, എനിക്ക് കോള് വന്നു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്, ഹലോ അവനെവിടെ? അപ്പം ഞാൻ പറയുകയാണ് നിങ്ങളെക്കുറിച്ച് ഹീ ഈസ് അറ്റ് ദ മീറ്റിംഗ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ മീറ്റിങ്ങിലാണ്, ലൊക്കേഷനാണ്. അപ്പോൾ ചോദിക്കും ഓ മീറ്റിങ്ങിലാണല്ലേ, ഒന്ന് ഫോൺ കൊടുക്കാൻ കഴിയുമോ? ഒന്ന് ഫോൺ കൊടുക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു നോ, ഫോൺ കൊടുക്കാൻ കഴിയില്ല, കാരണം ഈസ് ഇൻ ദ മീറ്റിംഗ്. എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ആ മീറ്റിംഗ് നടത്തുന്നത്. ആ മീറ്റിങ്ങിലെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ് നിങ്ങൾ. ഇൻ ചേർക്കുകയാണെങ്കിൽ എന്താർത്ഥം? നിങ്ങളാണ് ആ മീറ്റിംഗ് നടത്തുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ആ മീറ്റിങ്ങിലെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ് എന്നാണ് അർത്ഥം. ക്ലിയർ? അറ്റാണ് ചേർക്കുന്നെങ്കിലോ നിങ്ങൾ ജസ്റ്റ് ആ ഒരു മീറ്റിങ്ങിലുണ്ട്, കാണിക്കണം എവിടെയാണെന്നുള്ള ലൊക്കേഷൻ കാണിക്കണം, അവനിപ്പോൾ മീറ്റിങ്ങിലാണ്. ഓക്കെ, അവനിപ്പോൾ മീറ്റിങ്ങിലാണ്. ഇൻ ദ മീറ്റിംഗ്, അവൻ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അവനാണ് മീറ്റിംഗ് നടത്തുന്നത്, ഒരു അംഗമാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് എല്ലാവരും അറ്റ് ദ പാർട്ടി, അറ്റ് ദ വെഡിങ്, അറ്റ് ദ സെമിനാർ, അറ്റ് ദ ഇനാഗുറേഷൻ, അറ്റ് ദ ടൂർണമെൻറ്റ്. അപ്പോൾ മെയിനായിട്ട് ഇനി നിങ്ങൾക്ക് ആരോടെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ, പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റാണ് ചേർക്കേണ്ടത്. ഓക്കെ, അറ്റ്. അപ്പോൾ ഞാൻ പറയാണ് ഐ ആം അറ്റ് ദ പാർക്ക്, അവിടെ വന്നോളൂ. രണ്ടും പറയാം അല്ലേ, നമുക്ക് രണ്ടും പറയാം. നിങ്ങൾ എവിടെയാണ്? ഐ ആം ഇൻ ദ പാർക്ക് എന്ന് പറയാം കേട്ടോ, ഇൻ ദ പാർക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ഐ ആം അറ്റ് ദ പാർക്ക് എന്ന് പറയാം. രണ്ടും പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ രണ്ടിനും മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇവിടെ ഐ ആം ഇൻ ദ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പാർക്കിലാണ്, കളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നടക്കാൻ വേണ്ടിയോ, പാർക്ക് എന്തിനാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ പോയത്. ഇവിടെ അറ്റ് ദ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാർക്കിലായിരിക്കാം അല്ലെങ്കിൽ പാർക്കിൻ്റെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കാം, ജസ്റ്റ് ഞാനൊന്ന് അവിടെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി പോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പാർക്ക് എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശത്തിനല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി വിചാരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.